മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഈ ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 200ഓളം പരാതികൾ സർക്കാരിൻ്റെ മുന്നിൽ ഇപ്പോഴുണ്ട്. അപ്പീലുകളിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്നും റവന്യൂ മന്ത്രി പറയുന്നു. കേസും കോടതി നടപടികളുമാണ് പുനരധിവാസം വൈകിപ്പിച്ചതെന്നും റവന്യൂ മന്ത്രി 24നോട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം. സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ 24നൊപ്പം സംസാരിക്കുകയാണ്. എങ്ങനെയാണ് അപ്പോൾ മുന്നോട്ടുള്ള ഇനിയുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ? തീർച്ചയായിട്ടും ഈ ദുരന്തത്തിൻ്റെ ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസം എന്ന നിലയിൽ കണ്ണ് നനയ്ക്കുന്ന ഒരുപാട് ഓർമ്മകളുടെ യഥാർത്ഥത്തിലൊരു പെരുമഴക്കാലം തന്നെയാണ്. ജൂലൈ 30 ഈ ദുരന്തമുണ്ടായിട്ടുള്ള പുലർച്ചെ മുതൽ ഒരു വർഷക്കാലം യഥാർത്ഥത്തിൽ കണ്ണിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ കാണേണ്ടത് കേരളത്തിന് ഇതിനു മുമ്പ് സമാനതകളില്ലാത്ത വിധം ഒരു പ്രളയം ഉണ്ടായതൊഴിച്ചാൽ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 പേർ മരണപ്പെടുന്ന, 6 ലക്ഷം മെട്രിക് ടൺ ഡബ്ബറി രൂപീകരിക്കപ്പെടുന്ന ഒരു ദുരന്തം ഒരുപക്ഷെ ഇതുപോലെ കേരളത്തിലുണ്ടാകില്ല. ആ ദുരന്തത്തിന് ഒരു വിധത്തിലുള്ള പുനരധിവാസം കൊണ്ട് സാധ്യമാകില്ല. പുനരധിവാസത്തിൻ്റെ ഒരു ലോക റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ലോക മോഡൽ നമുക്കുണ്ടാകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദുരന്തമാണിത്. പുനരധിവാസ പ്രവർത്തനങ്ങളായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാർഗറ്റ്. യഥാർത്ഥത്തിൽ ഈ ദുരന്തം നടന്ന 62ാമത്തെ ദിവസം ഒക്ടോബർ 3 ഏറ്റെടുത്തുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുന്നത്. അന്ന് ഈ വിജ്ഞാപനം അനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാവർക്കുമുള്ള വീട് കൈമാറി നഗരം തന്നെ, സ്വപ്ന നഗരം തന്നെ കൈമാറാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ കേസുകളിൽ പോയി. എസ്റ്റേറ്റ് ഉടമകൾ കേസ് കൊടുത്തു. ഡിസംബർ 27 വരെ അവിടെ പ്രവേശിക്കാൻ പറ്റാത്ത വിധം കോടതിയുടെ സ്റ്റേ ഉണ്ടായി. ഡിസംബർ 27 അവിടെ പ്രവേശിച്ചു പരിശോധന നടത്താൻ കോടതി അനുവാദം തന്ന 4 ദിവസത്തിനുള്ളിൽ ക്യാബിനറ്റ് ചേർന്ന് നഗരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്ലാനും അതിൻ്റെ ഭാഗമായി കൊടുക്കേണ്ട ആ വീടുകളും അതിൻ്റെ രൂപകൽപ്പനയും സ്പോൺസർമാരും കമ്പനികളും എല്ലാം ഉൾപ്പെടെ ക്യാബിനറ്റ് തീരുമാനിക്കുകയുണ്ടായി. എന്നിട്ടും അകത്ത് പ്രവേശിച്ച് ഹൈഡ്രോളജിക്കൽ സർവേ, ടോപ്പോഗ്രാഫിക്കൽ സർവേ, ഫിസിക്കൽ സർവേ ഒക്കെ നടത്തി മാർച്ച് 27 അവിടെ തറക്കല്ലിടാൻ കോടതി അനുവദിച്ചത്. അട്ടമല, പടവെട്ടിക്കുന്ന് അവരുടെയൊക്കെ ഒരു അപ്പീൽ മുന്നിലുണ്ടോ? അതിനോടൊക്കെയുള്ളൊരു പരിഗണന ഏത് രീതിയിലായിരിക്കും? പ്രദേശങ്ങൾ ഓരോന്നും പറയുന്നത് ശരിയല്ല. കാരണം ഈ പ്രദേശങ്ങളുടെ എല്ലാ വഴികളും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. ഒരു പ്രദേശത്തെ പറഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേക പരിഗണനയായി കണക്കൂട്ടും. അതുകൊണ്ട് ഇപ്പോൾ DDMA നൽകിയ ലിസ്റ്റ്, DDMA നൽകിയ ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള അപ്പീലിനെ തുടർന്നുള്ള പരിശോധന, അത് സർക്കാർ തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ആ പരിശോധന പൂർത്തിയാക്കി എന്നിട്ടും നീതി ലഭ്യമായില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായാൽ അത് ഗവൺമെൻറ് തന്നെ, മന്ത്രിസഭ എന്ന നിലവാരത്തിൽ തന്നെ നേരിട്ട് പരിശോധിക്കാനുള്ള ആവശ്യമായിട്ടുള്ള നടപടികളാകും. എന്തായാലും 2025 ഡിസംബർ മാസത്തിൽ തന്നെ വീടില്ലാത്തവരുടെ പുനരധിവാസം സാധ്യമാകും എന്ന വിധത്തിലാണ്. ഇപ്പോൾ 5 സോണുകളായി തിരിച്ചതിൽ 4 സോണുകളിലും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. 4 സോണുകളിലും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ഭൂമി ഒരുക്കുന്ന പണി തീർത്തു. അവിടെ PCC ഉപയോഗിച്ചുകൊണ്ടുള്ള പില്ലറിട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ലഭ്യമായത് 3.5 മാസമാണ്. 3.5 മാസത്തിനുള്ളിൽ ലോകത്തിൽ ഒരു ഏജൻസിക്കും ചെയ്യാൻ പറ്റാത്ത വേഗത്തിൽ ഒരു വീട് പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല, മറ്റു വീടുകളുടെ വാരം കോരലും ഭൂമി ഒരുക്കലും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു. മഴയൊന്ന് തുറന്നാൽ ആഗസ്റ്റ് മാസത്തിൽ 300-ലേറെ ജോലിക്കാരെ വെച്ചുകൊണ്ട് 5 സോണിലും ഒരേ സമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് നമ്മൾ. ഡിസംബറോടുകൂടി തന്നെ തീർക്കും. ഡിസംബറോടുകൂടി നമ്മുടെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാകും. നമുക്ക് മറ്റ് ഫെസിലിറ്റീസ് ഒരുപാടുണ്ട്. ഒരു നഗരസങ്കല്പം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നഗരസങ്കല്പം. ആ നഗരസങ്കല്പങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു നടപടിക്രമങ്ങളിൽ വരേണ്ട റോഡുകൾ ആദ്യഘട്ടത്തിലെടുക്കും. പക്ഷേ അതിൽ അംഗനവാടികളുണ്ടാകും, കളിക്കളങ്ങളുണ്ടാകും, നീന്തൽക്കുളം ഉണ്ടാകും, ലൈബ്രറി ഉണ്ടാകും, മാർക്കറ്റ് ഉണ്ടാകും. ഈ അനുബന്ധ ഫെസിലിറ്റീസിന് വേണമെങ്കിൽ ഒരു 2-3 മാസം കൂടി കൂടുതൽ വരും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയായിരുന്നു റവന്യൂ മന്ത്രി. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.